യെശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 34-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. ഏദോമിന് നാശം. ജനതകളെ, ജനപദങ്ങളെ, അടുത്തുവരുവിൻ, ശ്രദ്ധിച്ചു കേൾക്കുവിൻ. ഭൂമിയും അതിലുള്ളവയും ശ്രവിക്കട്ടെ, ലോകവും അതിൽ നിന്ന് പുറപ്പെടുന്നവയും ശ്രദ്ധിക്കപ്പെടട്ടെ. എല്ലാ ജനതകളുടെയും നേരെ കർത്താവ് കോപിച്ചിരിക്കുന്നു. അവരുടെ സർവ്വസൈന്യങ്ങളുടെയും നേരെ അവിടുത്തെ കോപം ആഞ്ഞടിക്കുന്നു. അവിടുന്ന് അവരെ വിധിച്ചിരിക്കുന്നു, അവരെ കൊലക്കേൽപ്പിച്ചിരിക്കുന്നു. അവരുടെ വിധിക്കപ്പെട്ടവർ വലിച്ചെറിയപ്പെടുകയും മൃതശരീരത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുകയും ചെയ്യും. പർവ്വതങ്ങളിൽ അവരുടെ രക്തം ഒഴുകും. ആകാശ സൈന്യങ്ങൾ തകർന്നു നശിക്കും. ആകാശത്തെ ചുരുൾ പോലെ തെറിക്കും. മുന്തിരിച്ചെടിയിൽ നിന്ന്, അത്തിമരത്തിൽ നിന്നും ഇല കൊഴിയുന്നത് പോലെ അവരുടെ സൈന്യങ്ങൾ വീണുപോകും. എന്തെന്നാൽ എൻ്റെ വാൾ ആകാശങ്ങളിൽ വെച്ച് മതിയാവോളം പാനം ചെയ്തിരിക്കുന്നു. ഏദോമിൻ്റെ മേൽ ഞാൻ നാശത്തിന് വിധിച്ചിരിക്കുന്ന ജനതകളുടെ മേൽ ശിക്ഷ നടപ്പാക്കാൻ അത് ഇറങ്ങി വരുന്നു. കർത്താവിനൊരു വാളുണ്ട്, രക്തം കുടിച്ച അതിന് മതിയായിരിക്കുന്നു. അത് മേധസ്സ് ഭക്ഷിച്ച് ചെടിച്ചിരിക്കുന്നു. കുഞ്ഞാടുകളുടെയും കോലാടുകളുടെയും രക്തം കൊണ്ട്, മുട്ടാടുകളുടെ വൃക്കകളിലെ കൊഴുപ്പ് കൊണ്ടും തന്നെ. എന്തെന്നാൽ കർത്താവിന് സെബ്രായിൽ ഒരു ബലിയും ഏദോമിൽ ഒരു മഹാസംഹാരവുമുണ്ട്. അവയോടുകൂടെ കാട്ടുപോത്തുകളും കാളക്കൂറ്റന്മാരോടൊപ്പം കാളക്കുട്ടികളും വീഴും. അവരുടെ ദേശം രക്തം കൊണ്ട് കുതിരും. അവരുടെ മണ്ണ് കൊഴുപ്പ് കൊണ്ട് ഫലപുഷ്ടിയുള്ളതാകും. കർത്താവിന് പ്രതികാരത്തിന്റെ ദിനവും സിയോനു വേണ്ടി പകരം വീട്ടുന്ന ഒരു വത്സരവുമുണ്ട്. ഏദോമിലെ നദികൾ കീലും അവളുടെ മണ്ണ് ഗന്ധവും അവളുടെ ദേശം കത്തുന്ന കീലുമായി മാറും. രാവും പകലും അത് കെടാതെ എരിയും. അതിന്റെ പുക എന്നും ഉയർന്നുകൊണ്ടിരിക്കും. തലമുറകളോളം അത് ശൂന്യമായി കിടക്കും. ആരും ഇനിയൊരിക്കലും അതിലൂടെ കടന്നു പോകില്ല. കഴുകനും മുള്ളൻ പന്നിയും അത് കൈവശമാക്കും. മൂങ്ങയും മലങ്കാക്കയും അവിടെ വസിക്കും. അവിടുന്ന് സംഭ്രാന്തിയുടെ ചരടുകൊണ്ട് അതിനെ അളക്കും. ശൂന്യതയുടെ തൂക്കുകട്ട അതിനെ കുലീനന്മാരുടെ മേൽ തൂക്കും. അത് ഒരു രാജ്യം ഇല്ലാതാക്കും. അവരുടെ രാജാക്കന്മാർ ശൂന്യതയിലേക്കും. അതിന്റെ കോട്ടകളിൽ മുൾച്ചെടി വളരും. അതിന്റെ ദുർഗങ്ങളിൽ തൂവയും ഞെരിഞ്ഞിലും മുളയ്ക്കും. അത് കുറുക്കന്മാരുടെ സങ്കേതവും ഒട്ടകപ്പക്ഷിയുടെ താവളവും ആകും. കാട്ടുപൂച്ചയും കഴുതപ്പുലിയും ഏറ്റുമുട്ടും. കാട്ടാടുകൾ പരസ്പരം പോരിനു വിളിക്കും. രാത്രിയിൽ ദുർമന്ത്രവാദിനി അവിടെ ഇറങ്ങി വിശ്രമ സങ്കേതം കണ്ടെത്തും. അവിടെ മൂങ്ങ കൂടുകെട്ടി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ച് ചിറകിൻ കീഴിൽ അവയെ പോറ്റും. അവിടെ പരുന്തുകൾ ഇണയോടൊത്ത് വിഹരിക്കും. കർത്താവിന്റെ ഗ്രന്ഥത്തിൽ കണ്ട് പിടിച്ച് വായിക്കുക. ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. എന്തെന്നാൽ കർത്താവിന്റെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു. അവിടുന്ന് അവയ്ക്ക് വേണ്ടി നറുക്കിട്ടു. അവിടുത്തെ കരം ചരടുകൊണ്ട് അളന്ന് തിരിച്ച് അത് അവയ്ക്ക് നൽകിയിട്ടുണ്ട്. അവ എന്നേക്കുമായി അത് കൈവശമാക്കും. തലമുറകളോളം അവ അതിൽ വസിക്കും.